വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാജി മാത്യു. ഇന്നത്തെ എൻ്റെ റെസിപ്പി കൂർക്ക മെഴുക്കുവരട്ടിയാണ്. കൂർക്കയുടെ ഗുണങ്ങളും കൂർക്ക മെഴുക്കുവരട്ടി എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൂർക്ക മാർക്കറ്റിൽ ധാരാളമായി കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് മണ്ണിനടിയിൽ ഉണ്ടാകുന്നത് കാരണം ഇത് രാസവസ്തുക്കളൊന്നും തന്നെ അടങ്ങിയിട്ടില്ല. ഇതിൽ ധാരാളം കാൽഷ്യം, അയൺ, വിറ്റാമിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ്. ഇത് ഇംപ്രൂവ്സ് ഡൈജഷനെ നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് കൂർക്ക. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവും കൂർക്കയ്ക്കുണ്ട്. കൂർക്ക മെഴുക്കുവരട്ടി ഒത്തിരി ടേസ്റ്റിയാണ്. പക്ഷെ മണ്ണുള്ളത് കാരണം പലപ്പോഴും ആരും വാങ്ങിക്കാറില്ല. പിന്നെ ഇതെല്ലാം ചിരണ്ടി എടുക്കുന്ന ബുദ്ധിമുട്ട് കാരണം ആൾക്കാരങ്ങനെ വാങ്ങിക്കാറില്ല കടയിൽ നിന്ന്. ആക്ച്വലി ഇത് ഇച്ചിരി ശകലം മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കൂർക്ക മെഴുക്കുവരട്ടി. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ട് വെക്കാമെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 1 മണിക്കൂറായിട്ട് ഇത് ഇട്ടതേ ഉള്ളൂ. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇതുപോലെ ചിരണ്ടി എടുക്കണം. മണ്ണ് കാണും, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചിരണ്ടി കഴിഞ്ഞും വെള്ളത്തിൽ ശലനേരം ഇടണം. 2-3 പ്രാവശ്യമായിട്ട് ഇത് കഴുകിയെടുക്കണം, അല്ലെങ്കിൽ മണ്ണ് കഴിക്കും. കൂർക്കയെല്ലാം ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. ഞാനത് സാധാരണ ഇത് ചിരണ്ടി എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഈ കൂർക്കയുടെ കണ്ടോ എല്ലാം വിടവായിരുന്നേ. അതിലെല്ലാം മണ്ണ് ഇരുന്ന് കഴിഞ്ഞാൽ മണ്ണ് കടിക്കും. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഇത് ചെത്തി എടുത്തു. ഞാൻ നേരത്തെയും കൂർക്ക വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളത്തിലിട്ടേക്കുക. 2-3 പ്രാവശ്യം കഴുകി ഇത് വെള്ളത്തിലിട്ടു. ഇനി ഞാൻ ഇത് വെള്ളത്തിനകത്തോട്ട് തന്നെയാണ് അരിഞ്ഞിടുന്നത്. ഇനി നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ അരിയുന്ന പോലെ ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നവർ നിങ്ങൾക്ക് കൂർക്ക മെഴുക്കുവരട്ടിയെ പറ്റി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ നോർമലി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൂർക്ക മെഴുക്കുവരട്ടി ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തിട്ട് ഞാൻ കാണിക്കും. അരിഞ്ഞ് വെള്ളത്തിനകത്തോട് തന്നെയാണ് ഞാൻ ഇടുന്നത്. കൂർക്കയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും പ്രാവശ്യം കഴുകിയെടുത്തിട്ടും അതിൻ്റെ കളർ അങ്ങോട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അന്ന് ഈ മണ്ണ് കടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിത് അരിഞ്ഞ് വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 3-5 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നല്ലതായിട്ട് ഇടണം, എന്ന് വെച്ചാൽ കൂർക്കയ്ക്ക് ഒത്തിരി ഗ്യാസ് ഉള്ള കൂട്ടത്തില്ല കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് വെളുത്തുള്ളി 5-6 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് കോക്കനട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അന്നേരം അതെല്ലാം കൂടെ അരിഞ്ഞിടാം. മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുവാണ്. ഇനി ഇതിനകത്തേക്ക് ഒരു ശകലം വെള്ളം ഇതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ശകലം വെള്ളം മതി. കണ്ടോ, ശകലം വെള്ളം മതി. ഇനി ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. കൂർക്കയൊക്കെ വെന്തെടുത്തിട്ടുണ്ട്. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് നമ്മൾ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കണം. റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
1/4 ടീസ്പൂൺ കായപ്പൊടിയും അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കൂർക്ക മെഴുക്കുവരട്ടി. ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്ക്. അഥവാ ഇതിൽ കൂടുതലുള്ള വേറെ രീതിയിലാണ് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഫീഡ്ബാക്ക് തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു.